യൂട്യൂബ് ചാനൽ സെന്റ് ജോസഫ്സ് അക്കാഡമി കുറുമശ്ശേരി. നിങ്ങൾ ആദ്യമായാണ് ഞങ്ങൾ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിന് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. സോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുകയും ചെയ്യും. നമസ്കാരം മക്കളെ, എന്താ നിങ്ങളുടെ പഠനം? ഒട്ടും സമയമില്ലോട്ടെ, ഇനി ഒട്ടും ഒരു ദിവസത്തെ ഗ്യാപ്പേ ഉള്ളൂ. വേഗം ഇരുന്ന് പഠിച്ചോ. എന്താ ഈ പഠനത്തിന്റെ കാര്യങ്ങളൊക്കെ? ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞോ? എല്ലാ ചാപ്റ്ററും ഇമ്പോർട്ടന്റ് ആണ്. 14 ചാപ്റ്റർ ഉണ്ട്, 14 ചാപ്റ്റർ നോക്കിക്കോളാം കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ചെയ്ത് പഠിക്കാം. എങ്ങനെയുണ്ട് നിങ്ങളുടെ പഠന നിലവാരമൊക്കെ? ഇക്വേഷൻസ് എല്ലാം പഠിച്ചു കഴിഞ്ഞാണോ? ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞിട്ടില്ല എങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ഇക്വേഷൻസ് നിന്ന് പഠിക്കുക. കാരണം ഇക്വേഷൻസ് അറിയാമെങ്കിൽ തന്നെ കുറച്ച് മാർക്ക് ഇക്വേഷനിലൂടെ നമുക്ക് കിട്ടും. ഇക്വേഷൻ അറിയാണ്ട് നമുക്ക് ഒരു കണക്കും ചെയ്യാൻ പറ്റില്ല. മിക്ക ചാപ്റ്ററിലും നമുക്ക് ഇക്വേഷൻസ് വരുന്നുണ്ട്. ഇക്വേഷൻ ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന ചില കണക്കുകൾ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ഇന്ന് ചെയ്ത് പഠിക്കാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് എന്തോട് തന്നേണേ? എ എന്ന സെറ്റ് തന്നിട്ടുണ്ട്, ബി എന്ന സെറ്റ് തന്നിട്ടുണ്ട്, സി എന്ന സെറ്റ് തന്നിട്ടുണ്ട്. ഫൈൻഡ് എ ക്രോസ് ബി, എ ക്രോസ് സി. പിന്നെ ഒരു വെരിഫൈഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ്. സാധാരണ സ്ഥിരം ചോദിക്കാറുള്ളത് സെറ്റ് എന്ന ചാപ്റ്ററിൽ നിന്ന് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡി മോർഗൻസ് ലോയുടെ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കാം. പക്ഷെ ഇവിടെ നോക്കിയേ, 2 ചാപ്റ്ററിനെ കണക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇത് ചോദിച്ചേക്കുന്നത്. ഏതൊക്കെ 2 ചാപ്റ്ററാ? സെറ്റും റിലേഷനും. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. ആദ്യം തന്നെ എ എന്ന സെറ്റും ബി എന്ന സെറ്റും സി എന്ന സെറ്റും നമ്മൾ എടുത്ത് എഴുതുക. ഫസ്റ്റ് ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ ആദ്യം തന്നെ കണ്ടുപിടിക്കേണ്ടത് എന്താ? എ ക്രോസ് ബി. എ ക്രോസ് ബി എങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചാൽ എയിലെ ആൾക്കാരെ ബി ആയിട്ട് പെയർ ചെയ്യാം, ഓർഡേർഡ് പെയർ ആക്കി മാറ്റാം. ആദ്യം തന്നെ 1 എന്ന എലമെന്റിനെ നമുക്ക് പെയർ ചെയ്യാം. എന്തുവരും? 1 എന്ന എലമെന്റിനെ ഈ 4 ആൾക്കാരായിട്ടും പെയർ ചെയ്യണം. എന്തുവരും? 1 1 1 2 1 3 1 4. 1 കഴിയുമ്പോൾ തന്നെ ആരെ പെയർ ചെയ്യണം? 2നെ പെയർ ചെയ്യണം. 2 എന്ന എയിലെ ഈ എലമെന്റിനെ ഇവരെ 4 പേരായിട്ടും പെയർ ചെയ്യണം. അപ്പൊ എന്തുവരും? 2 1 2 2 2 3 and 2 4. ഇതാണ് എന്ത്? എ ക്രോസ് ബി. ഇതുപോലെ തന്നെ എ ക്രോസ് സിയും നമുക്ക് കണ്ടെത്താൻ പറ്റും. എ ക്രോസ് സി എങ്ങനെ കണ്ടെത്താം? എ ക്രോസ് സി എയിലെ ആൾക്കാരെ സിയുമായിട്ട് പെയർ ചെയ്യണം. അപ്പോൾ എന്തുവരും? 1നെ പെയർ ചെയ്യാം, 1 5, പിന്നെയോ 1 6, പിന്നെ നമ്മൾ ഈ 2 എന്ന എലമെന്റിനെ സി ആയിട്ട് പെയർ ചെയ്യാം. എന്തുവരും? 2 5 and 2 6. ഇതാണ് എന്ത്? എ ക്രോസ് ബിയും എ ക്രോസ് സിയും. ഒരു കാര്യം ശ്രദ്ധിക്കുക, എ ക്രോസ് ബിയും ബി ക്രോസ് എയും എപ്പോഴും ഈക്വൽ ആവില്ല. ഈക്വൽ ആവണമെങ്കിൽ എ ബിയും എന്താവണം? ഈക്വൽ സെറ്റ് ആവണം. അതുകൊണ്ട് അതൊന്നും ശ്രദ്ധയിൽപ്പെടുത്തുക. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വെരിഫിക്കേഷൻ ആണ്. വെരിഫൈ ദാറ്റ് എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സി ആണ് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കുക, എ ക്രോസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ബി ഇന്റർസെക്ഷൻ സി എന്താണെന്ന് നോക്കണം. ബി ഇന്റർസെക്ഷൻ സി എന്താ? ബി ഇന്റർസെക്ഷൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയിലും സിയിലും കോമൺ ആയിട്ട് വരുന്ന ആൾക്കാരെയാണ് ബി ഇന്റർസെക്ഷൻ സി എന്ന് പറയാം. ബിയിലും സിയിലും ആരെങ്കിലും കോമൺ ആയിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ എന്താണ്? നൾ സെറ്റ്. ശ്രദ്ധിക്കുക, ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറയാൻ പോകുന്നത്. ഒരു സെറ്റ് ഒരു നൾ സെറ്റ് ആയിട്ട് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ അതിന്റെ ഉത്തരം എപ്പോഴും കാർട്ടീഷ്യൻ എന്തായിരിക്കും? നൾ സെറ്റ് ആയിരിക്കും. എ എന്ന സെറ്റിൽ എലമെന്റ്സ് ഉണ്ട്, എന്നാൽ ബി ഇന്റർസെക്ഷൻ സി എന്നതിൽ ആരുമില്ല, നൾ സെറ്റ് ആണ്. അങ്ങനെ വരുമ്പോൾ അതിന്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്തായിരിക്കും? നൾ സെറ്റ് ആയിരിക്കും എന്ന് ഓർമ്മയിൽപ്പെടുത്തുക. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ആളെ കണ്ടുപിടിക്കാം. എ ക്രോസ് ബി ഇന്റർസെക്ഷൻ എ ക്രോസ് സി. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആയിട്ട് വരുന്ന ആൾക്കാരാണ്. എ ക്രോസ് ബിയിലും എ ക്രോസ് സിയിലും, അതായത് ഇതിലും ഇതിലും ആരെങ്കിലും കോമൺ ആയിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കിയേ. ആരെങ്കിലും ഉണ്ടോ? 1 1 ഉണ്ടോ? 1 2 ഉണ്ടോ? 1 3 ഉണ്ടോ? ഇല്ല. ഇതിലും ഇതിലും, അതായത് ഈ സെറ്റിലും ഇതിലും കോമൺ ആയിട്ട് ആരും തന്നെ ഇല്ല. അപ്പോൾ അതിന്റെ ഉത്തരം എന്താ? നൾ സെറ്റ്. ഇതും നൾ സെറ്റിൽ കിട്ടിയേക്കണേ. അവസാനം നമുക്ക് എന്ത് എഴുതാം? ഈ ഇക്വേഷൻ ശരിയാണ് എന്നുള്ള രീതിയിൽ എഴുതാം. ഫൈനലായിട്ട് അതും കൂടി എഴുതണം. എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സി ഈക്വൽ ടു എ ക്രോസ് ബി ഇന്റർസെക്ഷൻ എ ക്രോസ് സി എന്ന് കൂടി എഴുതിയിട്ട് വേണം നിങ്ങൾ ഫൈനൽ ആൻസർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായില്ല എല്ലാവർക്കും? നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. റിലേഷനിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എ എന്ന സെറ്റിൽ തന്നിരിക്കുന്നത് എന്താ? 1 2 3 4 എക്സെട്ര 14, 1 മുതൽ 14 വരെ. ഡിഫൈൻ എ റിലേഷൻ ഫ്രം എ ടു എ ബൈ റിലേഷൻ എന്താ? ഓർഡേർഡ് പെയർ എക്സ് കോമ വൈ സച്ച് ദാറ്റ് y ഈക്വൽ ടു 3x. ഇതാണ് നമ്മുടെ കീ പോയിന്റ്. y എന്നത് എക്സിന്റെ 3 ഇരട്ടിയാണ്. y ഈക്വൽ ടു 3x. അതായത് എക്സ് 1 വരുമ്പോൾ y എന്ത് വരും? 3 വരും. എക്സ് 2 വരുമ്പോൾ y എന്ത് വരും? 6 വരും. നമുക്ക് ആ റിലേഷൻ എഴുതാം. റിലേഷൻ എന്താ? എക്സ് ഞാൻ 1 എടുക്കാണ്, എക്സും വൈയും ഇതിൽ വരണം കേട്ടോ. എക്സും വൈയും ഏതിൽ വരണം?
1 മുതൽ 14 വരെയുള്ള സംഖ്യകളിൽ വരണം. ഞാൻ x1 എടുക്കുമ്പോൾ y എന്ത് വരും? 3. x2 എടുക്കുമ്പോഴോ 6. x3 എടുക്കുമ്പോഴോ 9. x4 എടുക്കുമ്പോഴോ y 12. x5 എടുക്കാൻ പറ്റുമോ? x5 എടുക്കാം, പക്ഷെ y എന്താവണം? ഈ വാല്യൂലുള്ള ആളായിരിക്കണം. x5 എടുക്കുമ്പോൾ y എന്ത് വരും? 15. പക്ഷെ 15 ഇവിടെ ഉണ്ടോ? അപ്പൊ നമുക്ക് ആ നമ്പർ എടുക്കാൻ പറ്റുമോ? ഇല്ല. ഇത്ര എഴുതി നിർത്തണം. ഓക്കെ, ഇതാണ് നമ്മുടെ റിലേഷൻ എഴുതി കഴിഞ്ഞാൽ ഡൊമൈനും റേഞ്ചും ചോദിക്കും. ഡൊമൈനും റേഞ്ചും നമ്മൾ എഴുതണം. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഓർഡേഡ് പേരിൽ ആദ്യം വരുന്ന എലമെന്റ്സ് ആണ് ഡൊമൈൻ. അതിൽ റിപ്പീറ്റേഷൻ പാടില്ല, ആവർത്തിച്ച് നമ്പറുകൾ എഴുതാൻ പാടില്ല. ഇതാണ് ഡൊമൈൻ. അപ്പോൾ റേഞ്ച് എന്താ? രണ്ടാമത് വരുന്ന ആൾക്കാരായിരിക്കുക 3, 6, 9, 12. ഇതാണ് ഉത്തരം. മക്കളെ, നമ്മൾ ഈ ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വെറുതെ കണ്ടിരിക്കരുത്. നിങ്ങൾ ഇത് എൻ്റെ ഒപ്പം തന്നെ എഴുതുക. നിങ്ങൾ എഴുതി പഠിക്കുന്നതിലൂടെയാണ് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുക. ജസ്റ്റ് വായിച്ച് പഠിക്കുന്നതിലൂടെ അല്ലെങ്കിൽ കണ്ട് പഠിക്കുന്നതിലൂടെ കാര്യമില്ല. അത് നിങ്ങളുടെ മനസ്സിൽ കിടക്കും. പക്ഷേ ഇതേ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും വെച്ച് സ്റ്റക്ക് ആവും. ആ ഒരു സ്റ്റക്ക് ആവാണ്ടിരിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ഞാനീ പറയുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ഒരു ബുക്ക് എടുത്ത് ഉത്തരങ്ങൾ എഴുതുക. പരമാവധി തന്നെ എഴുതുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. തേർഡ് ക്വസ്റ്റ്യൻ എന്താ? ട്രിഗണോമെട്രി ആണ്. മക്കളൊരു കാര്യം ശ്രദ്ധിക്കണം. ഇത് tan 2x എന്നാട്ടോ. tan 3x എന്നല്ല, tan 2x ആക്കി മാറ്റുക. നമുക്ക് a ക്വസ്റ്റ്യൻ നോക്കാം. sin 765 വാല്യൂ. നമുക്ക് sin 765 ഒറ്റയടിക്ക് കിട്ടില്ല. ഇതുപോലെ ഒരു വലിയൊരു ആംഗിൾ വരുമ്പോൾ നമുക്കത് 360 ഡിഗ്രി ആയിട്ട് ബന്ധിപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. 360, 765 അടുത്തടുത്ത നമ്പർ അല്ല. എന്നാൽ 360 ഇൻറ്റു 2 എന്താ? 360 ഇൻറ്റു 2 720. അത് ഏകദേശം ഇതിനോട് അടുത്തടക്കുന്ന ഒരു വാല്യൂ അല്ലേ? അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? sin 720 പ്ലസ് 45 എന്ന് എഴുതാം. 720 45 കൂട്ടുമ്പോൾ 765 ആണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 4π sin 2nπ പ്ലസ് എക്സ് എന്താ? sin x ആണ്. അതായത് ഒരു റൊട്ടേഷൻ കഴിഞ്ഞ് അതേ സ്ഥാനത്ത് വരുമ്പോൾ അതിന്റെ വാല്യൂ തന്നെയായിരിക്കും, സെയിം ആയിരിക്കും. 2 റൊട്ടേഷൻ കഴിഞ്ഞ് വരുമ്പോഴോ അതേ വാല്യൂ തന്നെയായിരിക്കും. അപ്പോൾ ഇതിന് പകരം എന്തെന്ന് എഴുതാം? sin 45 എത്രയാ? 1/√2. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഇത് വേണമെങ്കിൽ കോഴ്സും ചോദിക്കാം, ഏത് വേണമെങ്കിലും ചോദിക്കാം. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കിയേ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. sin x plus sin 3x divided by cos x plus cos 3x equal to tan 2x. മക്കളെ, നമ്മൾ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ പരമാവധി വലിയ ആളെ ആദ്യം എഴുതുക. അപ്പോൾ എന്ത് തോന്നുന്നു? sin 3x plus sin x by cos 3x plus cos x എന്ന് വന്നു. ഞാൻ LHS ആണ് കൊടുക്കണം, LHS. ഇനി നമുക്ക് 4 ഇക്വേഷൻ പഠിക്കാനുണ്ട്. അതിന്റെ ഷോർട്ട് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. s plus s equal to 2cs. ഇവിടെ താഴ്ന്നിട്ട് എന്താണ്? c plus c equal to 2cc. അതായത് sin a plus sin b equal to 2 ഇത് sc എന്നാട്ടോ, സോറി, 2 sin a plus b by 2 cos a minus b by 2. അതുപോലെ തന്നെ cos a plus cos b equal to 2cc, 2 cos a plus b by 2 cos a minus b by 2. അത് ഷോർട്ട് ആയിട്ട് എഴുതിയേക്കുന്നതാണിത്. അത് നിങ്ങൾക്ക് ഷോർട്ട് ആയിട്ട് തന്നെ പഠിക്കാം. ഇതിന്റെ 4 ഇക്വേഷൻ നമുക്ക് അറിഞ്ഞിരിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് വരും? 2 sin a plus b by 2, 3xും xും കൂട്ടുമ്പോൾ 4x by 2 2x into cos a minus b by 2. a minus b by 2 എന്ത് വരും? 3x minus x 2x by 2 എന്താ? x. താഴെയോ cos a plus cos b equal to 2cc, 2 cos a plus b by 2 cos a minus b by 2 എന്ത് വരും? 2 cos 3x plus x 4x by 2 2x into cos 3x minus x 2x by 2 x. ഇനി വെട്ടിക്കളയാവുന്നവർ വെട്ടിക്കളയാം. 2 2 വെട്ടാം. ഈ cos xും വെട്ടാം. sin x by cos x എന്താ? tan x. അപ്പൊ sin 2x by cos 2x എന്തായിരിക്കും? tan 2x. ഈ പാറ്റേണിലുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വളരെ സാധ്യത കൂടുതല. ഏത്? ഈ ഒരു പാറ്റേൺ. അതായത് ചിലപ്പോൾ sin a plus sin b ആയിരിക്കാം, sin a minus sin b ആയിരിക്കാം, cos a plus cos b ആയിരിക്കാം, cos a minus cos b ആയിരിക്കാം. അപ്പൊ നമുക്ക് എന്ത് തന്നാലും ആ 4 ഇക്വേഷൻസ് പഠിച്ചു വയ്ക്കുക, അതിൽ നിന്ന് എടുത്ത് എഴുതാവുന്നതേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ അടുത്ത ചോദ്യത്തിലേക്ക്. അടുത്തത് എന്താ? ട്രിഗണോമെട്രി തന്നെയാണ്. ഫൈൻഡ് ദ റേഡിയൻ മെഷർ ഓഫ് 20 ഡിഗ്രി 30 മിനിറ്റ്. ശ്രദ്ധിക്കുക, 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിന്റെ പകുതിയാണ്. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? 20 പ്ലസ് 1/2 എന്ന് എഴുതാം. 15 മിനിറ്റ് ആണെങ്കിലോ 1 മണിക്കൂറിന്റെ 4 അപ്പോൾ 1/4 എന്ന് എഴുതണം. 20 മിനിറ്റ് ആണെങ്കിലോ
ഒരു മണിക്കൂറിന് 1/3 അപ്പൊ 1/3 എന്ന് എഴുതണം. ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഇതൊരു 20 × 2 40 41/2 ഡിഗ്രി. ഇതിനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറയണേ. റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് എഴുതണം? ഇൻറ്റു π/180 ചെയ്യണം. അപ്പോൾ എന്ത് തോന്നുന്നു? 41 π/360 റേഡിയൻ. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 1 മാർക്ക്. ബി ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. ബി ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, if tan x equal to -5/12 and x lies in the second quadrant. സെക്കൻഡ് ക്വാർട്ടറിൽ ആരൊക്കെ പോസിറ്റീവ് ആവുക? സൈനും കൊസീക്കും. ഫസ്റ്റിലോ എല്ലാവരും പോസിറ്റീവ് ആയിരിക്കും. തേർഡിലോ ടാനും കോട്ടും. ഫോർത്തിലോ സീക്കും ആരുവാ? കോസും. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോ ഇവിടെ കണ്ടുപിടിക്കാൻ പറയുന്നത് സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ്. ടാൻ എക്സ് എഴുതുമ്പോൾ തന്നെ അപ്പോൾ തന്നെ കോട്ടെക്സ് എഴുതാം. ഇത് തല തിരിച്ച് എഴുതിയാൽ മതി. -5/12 തല തിരിച്ച് എഴുതുന്നത് ഒരു -12/5. ഇനി സൈൻ എക്സ് എഴുതണം. അതുപോലെ തന്നെ ആരെയും കൂടി എഴുതണം? കോസ് എക്സ് എഴുതണം. സെക്കൻഡ് ക്വാർട്ടറിൽ ആയതുകൊണ്ട് സൈൻ പോസിറ്റീവ് ആയിരിക്കും, കോസിന്റെ ചിഹ്നം നെഗറ്റീവ് ആയിരിക്കും. ഞാൻ ചിഹ്നം അവിടെ എഴുതി. ഞാൻ ഇവിടെ ട്രയാങ്കിൾ വരയ്ക്കാണ്, ഒരു റൈറ്റ് ട്രയാങ്കിൾ. ഇതിന് എക്സ് എന്ന് പേര് കൊടുക്കുകയാണ്. ടാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിന് ഞാൻ 5 എന്ന് കൊടുത്തു, അഡ്ജസന്റ് സൈഡിന് 12 എന്ന് കൊടുത്തു. നമ്മൾ 3 ട്രയാങ്കിൾ ട്രിപ്ലെറ്റ് പഠിച്ചിട്ടുണ്ട്. 5, 12, 13. ഇത് എത്രയായിരിക്കും? 13. ഒരു മട്ട ത്രികോണത്തിന്റെ പെർപെൻഡിക്കുലർ സൈഡ്സ് 5, 12 ആണെങ്കിൽ സ്വാഭാവികമായിട്ട് അതിന്റെ ഹൈപ്പോട്ടനസ് എന്തായിരിക്കും? 13 ആയിരിക്കും. അത് ഓർമ്മയിൽപ്പെടുത്തുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ പൈതഗോറസ് തിയറത്തിലൂടെ 13 എത്താൻ പറ്റും. ഇനി നമുക്ക് സൈൻ എക്സ് എന്താന്ന് എഴുതാം. സൈൻ എക്സ് എന്താ? ഇക്വേഷൻ എന്താ എന്ന് പറഞ്ഞു നോക്കിയേ. ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ്. ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് എത്രയാ? 5. ഹൈപ്പോട്ടനസ് എത്രയാ? 13. കോസ് എക്സ് എന്താ? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. 12/13. മൈനസും കൂടി നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തണം. വേണമെങ്കിൽ ഇതിനകത്ത് സീക്കും കൊസീക്കും ഒക്കെ ചോദിക്കാം. അപ്പൊ നിങ്ങൾ ഇത് തലരിച്ച് ചെയ്താൽ മതി. സൈൻ തലരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൊസീ കിട്ടും, കോസ് തലരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ സി കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മക്കളെ, ഈ ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ തിരുത്തുണ്ട്. ഫൈൻഡ് ഓൾ പെയർസ് ഓഫ് കോൺസിക്യൂട്ടീവ് പോസിറ്റീവ് ഇന്റിജർ ബോത്ത് ഓഫ് വിച്ച് ആർ ഗ്രേറ്റർ ദാൻ 10 such that their sum is less than 24 എന്നാണ്. അതൊന്ന് തിരുത്തണം. ഓക്കെ, അതായത് 2 പോസിറ്റീവ് നാച്ചുറൽ നമ്പർ. ഇവിടെ പോസിറ്റീവ് ഇന്റിജർ. ഇതിന്റെ പ്രത്യേകത എന്താ? 2 പേരും 10നേക്കാൾ വലുതാണ്. 2 പേരും 10നേക്കാൾ വലുതാണ്. അടുത്തടുത്ത നമ്പർ ആയിരിക്കണം. 2 പേരുടെയും സം എന്തായിരിക്കണം? 24 ചെറുതായിരിക്കണം. മനക്കണക്ക് ഇട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഏതൊക്കെയാ? 10നേക്കാൾ വലുത് എന്ന് പറയുമ്പോൾ 11ഉം 12. 11ഉം 12 കൂട്ടുമ്പോൾ എത്രയാ? 23. നമുക്ക് 24 കുറവായ പോരെ സം. ഇപ്പൊ നമ്പറുകൾ ഏതൊക്കെയാ? 11ഉം 12ഉം. പക്ഷെ നമുക്കത് മനക്കണക്കിലൂടെ ചെയ്തിട്ട് കാര്യമുണ്ടോ? നമുക്കത് എങ്ങനെ വന്നു കൂടി കാണിക്കാം. 2 നമ്പർ, അടുത്തടുത്ത 2 നമ്പറാണ്. അത് എക്സും x+1 കൊടുത്തു. ഇപ്പൊ 2 കോൺസിക്യൂട്ടീവ് ഈവൺ നമ്പർ എന്ന് പറയുകയാണെങ്കിലോ എക്സും x+2. 2 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പർ എന്ന് പറയുകയാണെങ്കിലോ അവിടെയും എക്സും x+2 തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോ നമുക്കിവിടെ ഇതിന്റെ സം എടുക്കാം. സം അല്ല, അങ്ങനെ എന്താ പറയണേ? ബോത്ത് ഓഫ് വിച്ച് ആർ ഗ്രേറ്റർ ദാൻ 10. 2 പേരും 10നേക്കാൾ വലുതാണ്. 2 പേരെന്ന് പറയുമ്പോൾ ഇവൻ 10നേക്കാൾ വലുതാണ്ടേ? ഇവനേക്കാൾ വലുതാണ് ഇവൻ നോക്കേണ്ട കാര്യമില്ല, ഇവനെ നോക്കിയാൽ മതി. കാരണം എന്താ? ചെറിയ ആള് 10നേക്കാൾ വലുതായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവനേക്കാൾ വലുതല്ലേ അടുത്ത ആള്. അപ്പൊ നമുക്ക് എന്തെടുക്കാം? എക്സ് ഗ്രേറ്റർ ദാൻ 10. ഇക്വേഷൻ നമ്പർ 1. ഇനി സം എക്സും x+1 കൂടി കൂട്ടുക. അത് 24നേക്കാൾ ചെറുത് വരണം. എന്തുവരും? 2x less than 23. x less than 23/2 എത്രയാ? 11.5. എക്സിന്റെ വാല്യൂ 10നേക്കാൾ വലുതാവണം, 11.5നേക്കാൾ ചെറുതാവണം. ഞാൻ എക്സ് 11 ആയിട്ട് എടുത്തു. അപ്പോ x+1 എത്രയാ? 12. അപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് വന്നേക്കാം, ഇവിടെ 11.5 അല്ലേ? 11.5നേക്കാൾ ചെറുതല്ലേ? ഇത് എക്സ് ആണ്. ഞാനിവിടെ എടുത്തത് എന്താ? x+1 ആണ്. എക്സിന്റെ വാല്യൂ ഞാൻ 11.5നേക്കാൾ താഴെയാണ് എടുത്തേണ്ടത്. അപ്പൊ നമ്പേഴ്സ് ഏതൊക്കെയാ? 11ഉം 12ഉം. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കിയേ, സോൾവ് ചെയ്യാനാ. 4x + 3 less than 5x + 7. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്ത് ചെയ്യണം? വലിയ എക്സിന്റെ അടുത്തേക്ക് ചെറിയ എക്സിനെ കൊടുക്കണം. ചിഹ്നം കൂടി നോക്കണോട്ടെ നിങ്ങൾ. വലിയ എക്സ് ആരോ അവനിലേക്ക് ചെറിയ എക്സിനെ കൊടുക്കാം. ഇവിടെ വലിയ എക്സ് 5x ആണ്, ചെറിയ എക്സ് 4x അങ്ങോട്ടേക്കുമ്പോൾ മൈനസ് ആവും. ലെസ് ദാൻ അതുപോലെ തന്നെ ഇട്ടു. 3 ഇവിടെ എഴുതി. ഈ +7 ഇപ്പുറത്ത് -7 ആവും. -4 less than x. ഇതിപ്പോ നമ്പർ ലൈൻ ചോദിക്കുകയാണെങ്കിൽ നമ്പർ ലൈൻ വരയ്ക്കണം. ഇവിടെ അത് ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് അത് വരയ്ക്കേണ്ട കാര്യമില്ല. ഓക്കെ, എങ്ങനെയുണ്ട് ഈ ക്വസ്റ്റ്യൻ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ നോക്കിയേ, സോൾവ് ചെയ്യാൻ തന്നെയാണ്.
സോൾവ് എന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഒരു സെന്റൻസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മൾ നേരത്തെ സെന്റൻസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതിൽ നിന്ന് പഠിച്ച ലീനിയർ ഇക്വാലിറ്റി. ഈ ചാപ്റ്ററിൽ 2 ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് വരാറ്. ഒന്ന് ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് നമ്പർ ലൈൻ റെപ്രസെന്റ് ചെയ്യാനും, പിന്നെ ഇതുപോലെ ഇക്വേഷൻ ഇങ്ങനെ ഒരു ലൈൻ ഒക്കെ തന്നിട്ട് ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ. രണ്ടിനും സാധ്യതയുണ്ട്. കഴിഞ്ഞ മോഡലിലും കഴിഞ്ഞ മെയിൻ എക്സാമിനും ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. അതുകൊണ്ട് ഈ ടൈപ്പ് സെന്റൻസ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ചോദിക്കാൻ ഇത്തവണ സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാം. 3 into x minus 2 by 5 less than or equal to 5 into 2 minus x by 3. നമ്മൾ ആദ്യം തന്നെ ഡിനോമിനേറ്ററിന് ഒഴിവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3നെ പ്രതിക്ക് കൊടുക്കുക, ഈ 5നെ അപ്പുറത്തേക്ക് കൊടുക്കുക. ഈ 3 പ്രതിക്ക് വരുമ്പോൾ എന്താവും? 3 into 3 9 into x minus 2 less than or equal to 5 into 5 25 into 2 minus x എന്ന് എഴുതാം. ഇനി അകത്തേക്ക് 9 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ 9x minus 18 less than or equal to 15 minus 25x. ഞാൻ നേരത്തെ പറഞ്ഞു, വലിയ എക്സ് ആരാണോ അവന്റെ അടുത്തേക്ക് ചെറിയ എക്സിനെ കൊടുക്കാം. 9x ആണോ മൈനസ് 25x ആണോ വലുത്? 9x ആണ്. ഇത് മൈനസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അകലം കൂടാണ്. -25 അങ്ങോട്ടേക്ക് കൊടുക്കണം. അപ്പോൾ ഇതൊരു 9x തന്നെ നിർത്തി -25നെ, അതായത് ചെറിയവനെ അപ്പുറത്തേക്ക് കൊടുക്കുമ്പോൾ +25x ആവും. ലെസ് താൻ ഓർ ഈക്വൽ ടു 50നോട് നിർത്തി -18 പുറത്ത് വരുമ്പോൾ എന്താവും? +18 ആവും. ഇതും കൂട്ടുമ്പോൾ 34x ലെസ് താൻ ഓർ ഈക്വൽ ടു 68 എന്ന് വരും. എക്സ് എന്ത് വരും? ലെസ് താൻ ഓർ ഈക്വൽ ടു 68 34 എത്രയാ? 2. ഇതാണ് ഉത്തരം. മനസ്സിലായോ? ഞാൻ ബി ക്വസ്റ്റ്യൻ നോക്കിയേ. ദി മാർക്സ് ഒബ്റ്റൈൻഡ് ബൈ എ സ്റ്റുഡന്റ് of class +1 in first and second terminal examination are 47 and 43. Find the minimum mark he should get in the annual examination to have an average of at least 15 mark. മൂന്നാമത്തെ പരീക്ഷയുടെ മാർക്ക് ഞാൻ എക്സ് എടുത്തു, ആവറേജ് ആയതുകൊണ്ട് ഡിവൈഡഡ് ബൈ 3 എടുത്തു. 3 പരീക്ഷ ആയതുകൊണ്ട് ഇവിടെ ഞാൻ 50 എഴുതി. ഇനി എന്റെ ചോദ്യം ഇതാണ്, ഇവിടെ വരേണ്ട ചിഹ്നം എന്താ? ലെസ് ദാൻ ആണോ ഗ്രേറ്റർ ദാൻ ആണോ? അത്രയും ചോദിക്കണുള്ളൂ. അത് നിങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഏതൊരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഇവിടെ എന്താ പറയണേ? മിനിമം മാർക്ക് യു ഷുഡ് ഗെറ്റ് ഇൻ ആനുവൽ എക്സാമിനേഷൻ ടു ഹാവ് ആൻ ആവറേജ് ഓഫ് അറ്റ് ലീസ്റ്റ് എന്താണ്? അറ്റ് ലീസ്റ്റ് 50 മാർക്ക്, കുറഞ്ഞത് 50 മാർക്കെങ്കിലും വരണം. അപ്പോ നമ്മുടെ ആവറേജ് എന്ത് വരാം? 51 വരാം, 55 വരാം, 60 വരാം. എത്ര വന്നൂടെ? അപ്പോ ഇവിടെ കിട്ടുന്ന നമ്പറാണ് വലുത് വരേണ്ടത്. 50നേക്കാൾ വലുത് ഇങ്ങനെ എഴുതണം. 47 43 കൂട്ടുമ്പോൾ 90. 90 പ്ലസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഈ 3 ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? 50 into 3 ആവും. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ എന്തോന്നു? 150 - 90 വരുമ്പോൾ 60. ചുരുക്കി പറഞ്ഞാൽ മൂന്നാമത്തെ പരീക്ഷയ്ക്ക് ആ കുട്ടി കുറഞ്ഞത് 60 മാർക്കെങ്കിലും മേടിച്ചാലാണ് ആവറേജ് എന്ത് വരുള്ളൂ? 50 വരുള്ളൂ. ഇപ്പൊ 60നേക്കാൾ കുറവായി കഴിഞ്ഞാലോ ആവറേജ് 50 ഉണ്ടാവില്ല. 60നേക്കാൾ കൂടുതലാണെങ്കിലോ ആവറേജ് കൂടും. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. പെർമുട്ടേഷൻ ആൻഡ് കോമ്പിനേഷനുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് തന്നെ എ ക്വസ്റ്റ്യൻ. NP4 ഡിവൈഡഡ് ബൈ n-1 P3. നിങ്ങൾക്ക് NPRന്റെയോ NCRന്റെയോ ഇക്വേഷൻ ചോദിക്കാം, അതുപോലെ തന്നെ ഇതായിട്ട് കണക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ചോദിക്കാം. ഞാനിവിടെ NPRന്റെ ഇക്വേഷൻ എഴുതാണ്. NPR എന്താ? n ഫാക്ടോറിയൽ ബൈ n-r ഫാക്ടോറിയൽ. ഇക്വേഷൻ പഠിച്ചു വെക്കണം ആദ്യം തന്നെ. ഞാൻ ഇവിടെ മുകളിൽ അപ്ലൈ ആണ്. n ഫാക്ടോറിയൽ ബൈ n-4 ഫാക്ടോറിയൽ എന്ന് എഴുതി. ഡിവൈഡഡ് ബൈ ഇതിനെങ്ങനെ എഴുതാം? n-1 ഫാക്ടോറിയൽ ബൈ n-1 -3 ഫാക്ടോറിയൽ. ഈ n-1 -3 എന്ന് പറഞ്ഞാൽ എന്താ? n-4 ആണ്. അപ്പോൾ ഇവനെയും വെട്ടാം. n ഫാക്ടോറിയൽ ബൈ n-1 ഫാക്ടോറിയൽ എന്നാണ്. n-നെയാണോ n-1നെയാണോ എക്സ്പാൻഡ് ചെയ്യേണ്ടത്? വലിയ ആളെ. n ആണോ n-1 ആണോ വലുത്? n അല്ലേ? അപ്പോൾ n-നെ എക്സ്പാൻഡ് ചെയ്യാം. എന്ത് വരും? n into n-1 ഫാക്ടോറിയൽ. താഴെയോ n-1 ഫാക്ടോറിയൽ ഉണ്ട്. ഇവനെ വെട്ടിക്കളയുമ്പോൾ എന്ത് വരും? n വരും. ഇതാണ് എ ക്വസ്റ്റ്യൻ ആൻസർ. ബി ക്വസ്റ്റ്യൻ എന്താ? How many 4-digit numbers are there with no digit repeated? 4 അക്ക സംഖ്യ ഇഷ്ടം പോലെ രീതിയിൽ നമുക്ക് 4 അക്ക സംഖ്യ എഴുതാം. അത് എത്ര രീതി എന്നാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ എന്താ പറഞ്ഞേ? 4 അക്ക സംഖ്യ എന്നാ പറഞ്ഞിട്ടുള്ളൂ. അക്കങ്ങൾ ഏതൊക്കെയാ? 0 മുതൽ 9 വരെയാണ് നമുക്ക് അക്കങ്ങളായിട്ട് നമ്മൾ കണക്കാക്കുക. ഒറ്റ അക്കമായിട്ട് കണക്കാക്കുക. 0 1 2 3 4 അങ്ങനെ 9 വരെ ആകുമ്പോൾ എത്ര അക്കമുണ്ട്? 10 അക്കങ്ങളുണ്ട്. ഓക്കെ, ഇവിടെ 10 അക്കങ്ങൾ വരുമോ? ഫസ്റ്റ് ഡിജിറ്റ് ആരാവാൻ പാടില്ല? 0 ആവാൻ പാടില്ല. ഉദാഹരണം, ഇതിനൊരു 4 ഡിജിറ്റ് ആയിട്ട് കണക്കാക്കുക. കാരണം എന്താ? ഇത് 0 ആദ്യം വന്നാണ്, അപ്പൊ 4 ഡിജിറ്റ് അല്ല 3 ഡിജിറ്റ് ആണ്. അപ്പൊ ഇവിടെ 0 വരാമോ? 0 വരാൻ പാടില്ല. ഇവിടെ 0 ഒഴികെയുള്ള 9 ഡിജിറ്റേ വരാൻ പാടുള്ളൂ. ഓക്കെ, ഇവിടെ 0 ഒന്നൂടെ. ഇവിടെ 0 വരാം, ഏത് നമ്പർ വേണമെങ്കിലും വരാം. റിപ്പീറ്റേഷൻ പാടില്ല. അപ്പോ ഒരു നമ്പർ കൂടെ വന്നു,
ബാക്കി 9 നമ്പർ കൂടി ഇല്ലേ? മൊത്തം 10 നമ്പർ ഉണ്ട്. അതിൽ ഒരു നമ്പർ കൂടെ വന്നു, ബാക്കി 9 നമ്പർ കൂടി ഉണ്ട്. ഇവിടേക്കാണെങ്കിലോ 8 നമ്പർ, കാരണം ഓൾറെഡി 2 നമ്പറുകൾ ഇവിടെ ഫിക്സ് ചെയ്തു. ഇവിടെയാണെങ്കിലോ 7 നമ്പർ, കാരണം എന്താ ഇവിടെ 3 നമ്പർ ഫിക്സ് ചെയ്തു. അപ്പോൾ എത്ര രീതിയിലാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 9 × 9 × 8 × 7 ചെയ്താൽ മതി. ഇത് കാൽക്കുലേറ്റർ നിങ്ങൾക്ക് അടിക്കാം. 9 × 9 × 8 × 7 എത്ര നിങ്ങൾക്ക് കാൽക്കുലേറ്റർ നോക്കി കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ലഭിക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അടുത്തതും എന്തിന്റെ ക്വസ്റ്റ്യൻ തന്നെയാ? പെർമുട്ടേഷൻ ആൻഡ് കോമ്പിനേഷനിലാണ്. NCN അത് നിങ്ങൾക്ക് ഓർത്തിരിക്കാം, 1 ആണ്. എങ്ങനെ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ NCRന്റെ ഇക്വേഷൻ എടുക്കുക, n⁻n - r⁴ × r⁴ എന്നാണ്. ഇവിടെ എന്ത് വരും? NCNല് n⁻n - n⁻ n⁻n⁴ വരും. n⁻n⁻ വെട്ടിപ്പോകും, 1/0 വരും. 0 എന്താ? 1. അത് ഇങ്ങനെ ചെയ്യണവർക്ക് ചെയ്യാം, അതല്ല ഇത് ബൈഹാർട്ട് പഠിക്കുന്നവർക്ക് ബൈഹാർട്ട് പഠിക്കാം. ഓക്കെ, 1 മാർക്ക് അതിന് കിട്ടും. ബി ക്വസ്റ്റ്യൻ നോക്കിയേ. How many 5-digit telephone number can be constructed using the digits 0 to 9 if each number is start with 35 and no digit appears more than once? ഒരു ടെലിഫോൺ നമ്പർ ആണ് വേണ്ടത്, 5 അക്ക സംഖ്യയുള്ള ഒരു ടെലിഫോൺ നമ്പർ, 5 അക്കം. ആ നമ്പറുകൾ എവിടെ മുതൽ എവിടെ വരിക? 0 മുതൽ 9 വരെ, 10 ഡിജിറ്റ് ഉണ്ട്. ഇവിടെ ഒരു നിബന്ധനയുണ്ട്. എന്താ നിബന്ധന? 35 സ്റ്റാർട്ട് ചെയ്യണം, നമ്പർ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ 35 ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചു. ഇനി നിങ്ങൾ ഇവനെ നോക്കേണ്ട കാര്യമില്ല, ഇവിടേക്ക് നോക്കിയാൽ മതി. 10 ഡിജിറ്റിൽ 2 ഡിജിറ്റ് ഇവിടെ എഴുതി, ബാക്കി എത്ര ഡിജിറ്റ് ഉണ്ട്? 8 എണ്ണം ഇവിടെ വരാം, ഇവിടെയോ 7 എണ്ണം വരാം, ഇവിടെയോ 6 എണ്ണം വരാം. നമ്മൾ 3ഉം 5ഉം ഇവിടെ ഫിക്സ് ചെയ്തു. 3ഉം 5ഉം വഴി ഏത് നമ്പർ ആണെങ്കിലും ഇവിടെ വരാം. മനസ്സിലായോ? ഓൾറെഡി 2 നമ്പർ ഇവിടെ എഴുതി, അപ്പൊ 8 നമ്പറുകൾ വന്നൂടെ? ഇവിടെയോ 7 എണ്ണം വരാം, ഇവിടെയോ 6 എണ്ണം വരാം. അപ്പൊ എത്ര രീതിയിലെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താ? 8 × 7 × 6, ഇതാണ് ഉത്തരം. ഇപ്പോൾ റിപ്പീറ്റേഷൻ പാടും എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ഇവിടെ 10 എണ്ണം വരാം, ഇവിടെ 10 എണ്ണം വരാം, ഇവിടെ 10 എണ്ണം വരാം. 10 × 10 × 10 1000 ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതൊക്കെ 3 മാർക്കിന് ചോദിക്കാൻ ചോദ്യം കേട്ടോ. മക്കളെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, 3 മാർക്കിന്. ബൈനോമിയൽ തിയറം ആണ്. Write the numbers of the term in the expansion of x + y all raised to 21. നമ്പർ ഓഫ് ടേം ചോദിച്ചാൽ മുകളിൽ വരുന്ന പവറിനോട് 1 കൂട്ടിയാൽ മതി, 1 മാർക്ക്. ഇവിടെ 2n എന്ന് വരാണെങ്കിലോ 2n + 1, 3n എന്ന് വരാണെങ്കിലോ 3n + 1, 50 എന്ന് വരാണെങ്കിലോ 51. ഓക്കെ, ഇനി ഇത് എക്സ്പാൻഡ് ചെയ്യാൻ പറയണേ. നിങ്ങൾക്ക് എക്സ്പാൻഷൻ 2 രീതിയിൽ ചെയ്യാം. ഒന്ന് ഇക്വേഷൻ വെച്ചിട്ട്, മറ്റൊന്ന് പാസ്കൽ ട്രയാങ്കിൾ വെച്ചിട്ട്. നമുക്ക് പാസ്കൽ ട്രയാങ്കിൾ വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം, കാരണം വേറെ ഒന്നുമില്ല, പെട്ടെന്ന് കിട്ടും. പക്ഷേ യൂസിങ് ബൈനോമിയൽ തിയറം എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ ഉപയോഗിക്കണം. NCRന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, അത് വെച്ച് ചെയ്യണം. ഇനി അവിടെ പാസ്കൽ ട്രയാങ്കിൾ വെച്ച് ചെയ്യാണ്. എന്താണ് പാസ്കൽ ട്രയാങ്കിൾ എന്ന് ആദ്യം വരച്ച് കാണിക്കാം. ഇവിടെ ഇൻഡെക്സ്, ഇവിടെ കോഎഫിഷ്യന്റ്. ഇൻഡെക്സ് 0 വരുമ്പോൾ, അതായത് പവർ 0 വരുമ്പോൾ കോഎഫിഷ്യന്റ് എന്തായിരിക്കും? 1 ആയിരിക്കും. ഇൻഡെക്സ് 1 വരുമ്പോൾ, അതായത് a + b all raised to 1, അപ്പോൾ ഇവിടെയും 1 വരാം. ഇനി ഒരു ട്രയാങ്കിൾ രൂപയാണ് ഇത് വരയ്ക്കാം. ഇവിടെ 2 വരുമ്പോൾ എൻഡിൽ 1 വരച്ചു, 1ഉം 1ഉം കൂടി കൂട്ടിയിട്ട് ഇവിടെ എഴുതി. 3 വരുമ്പോഴോ എൻഡിലും 1 വരച്ചു, 1 + 2 3, 2 + 1 3. 4 വരുമ്പോഴോ എൻഡിലും 1 വരച്ചു, 1 + 3 4, 3 + 3 6, 3 + 1 4. ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ പോകും. 5 6 ഒക്കെ വരുമ്പോൾ നമുക്കിവിടെ 4 വരെ വേണ്ടതുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്രയും നിർത്താണ്. ഇനി ഇത് എഴുതേണ്ട രീതി ഞാൻ പറയാം. ഈ കോഎഫിഷ്യന്റിൽ ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ട് എഴുതുക. 1 4 6 4 1, ഇങ്ങനെ ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ട് എഴുതി. നടുക്ക് മൈനസ് വന്നത് കൊണ്ട് 1 ഇടവിട്ട് മൈനസുകൾ എഴുതാം. ആദ്യം പ്ലസ്, പിന്നെ മൈനസ്, പിന്നെ പ്ലസ്, പിന്നെ മൈനസ്, പിന്നെ പ്ലസ്. ഓക്കെ, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ആദ്യം പ്ലസ്, പിന്നെ മൈനസ്, പിന്നെ പ്ലസ്, പിന്നെ മൈനസ്, പിന്നെ പ്ലസ്. ഇതിപ്പോ പ്ലസ് ആണോ എന്നെങ്കിലോ എല്ലാം പോസിറ്റീവ് ആയിട്ട് എഴുതാം. ഇനി ഫസ്റ്റ് ഡിജിറ്റിന്റെ കൂടെ, ഫസ്റ്റ് കോഎഫിഷ്യന്റിന്റെ കൂടെ ഫസ്റ്റ് നമ്പർ മാക്സിമം പവറിൽ എഴുതാം. ലാസ്റ്റ് നമ്പറിന്റെ കൂടെ സെക്കൻഡ് നമ്പർ മാക്സിമം പവറിൽ എഴുതാം. മാക്സിമം പവർ എന്ന് പറഞ്ഞാൽ എന്താ? 4. ഒന്നുകൂടി പറയാം. ഫസ്റ്റ് കോഎഫിഷ്യന്റിന്റെ കൂടെ ഫസ്റ്റ് നമ്പർ വിത്ത് മാക്സിമം പവർ, ലാസ്റ്റ് നമ്പറിന്റെ കൂടെയോ സെക്കൻഡ് നമ്പർ വിത്ത് മാക്സിമം പവർ. ഇങ്ങോട്ട് പോകുന്തോറും ഫസ്റ്റ് നമ്പറിന്റെ പവർ കുറയുകയും സെക്കൻഡ് നമ്പർ പവർ കൂടുകയും ചെയ്യും. ഇവിടെ എഴുതുമ്പോൾ എന്ത് വരും? x³ × 3/x raised to 1. ഇവിടെ എന്ത് വരും? x² × 3/x all square. ഇവിടെ എന്ത് വരും? x × 3/x all cube. ഇനി ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും? x raised to 4 - 4x³ ×
3/x നമുക്ക് 3/x തന്നെ എഴുതാം. പ്ലസ് 6x² ഇൻറ്റു 3/x ഹോൾ സ്ക്വയർ. 3ക്കും സ്ക്വയർ ഉണ്ട്, എക്സിനും സ്ക്വയർ ഉണ്ട്. 3യുടെ സ്ക്വയർ 9, എക്സിന്റെ സ്ക്വയർ x² മൈനസ് 4 ഇൻറ്റു എക്സ് ഇൻറ്റു 3/x ഹോൾ ക്യൂബ്. 3യുടെ ക്യൂബ് എത്രയാ? 27. എക്സിന്റെ ക്യൂബോ x³ പ്ലസ് 3/4 ഓൾ റേസ് ടു 4 എന്ന് പറഞ്ഞാൽ 3/4 81. 3/x ആണല്ലോ, 4 അല്ല. 3യുടെ പവർ 4 വരുമ്പോൾ 81, എക്സിന്റെ പവർ 4 വരുമ്പോൾ x⁴. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. x⁴ മൈനസ് ഇതിന്നും ഓരോ എക്സ് വെട്ടിക്കളയും. 4 × 3 12x². ഈ x² വെട്ടാം. 6 × 9 54 മൈനസ് ഇവിടെ എന്താണ് 4 × x ഇൻറ്റു x³ ഈ x³ ഇത് വെട്ടുമ്പോൾ ഇവിടെ 2 വരും. 4 × 24 ചെയ്യുമ്പോൾ 108. 108/x² പ്ലസ് 81/x⁴. ഇതാണ് ഇതിന്റെ ഉത്തരം. ഇത് നമ്മൾ പാസ്കൽ ട്രയാങ്കിൾ വരച്ചപ്പോൾ നമുക്ക് 2 സ്റ്റെപ്പിൽ മതിയാവും. ഇക്വേഷൻ വരുമ്പോൾ ഒരു സ്റ്റെപ്പ് കൂടി ഇക്വേഷനിൽ വരും. ഓക്കെ, പാസ്കൽ ട്രയാങ്കിൾ നിങ്ങൾ പെട്ടെന്ന് വരയ്ക്കുകയാണെങ്കിൽ ഈ നമ്പർ മാത്രം എടുത്ത് എഴുതിയാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. അത് രണ്ടും നമ്മൾ പ്രാക്ടീസ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഒറ്റയടി നമ്മൾ ചെയ്യുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയേക്കാം. ഓക്കെ, ഇതാണ് ഇതിന്റെ ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. മക്കളെ കുറിച്ചിട്ടോ, ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ചിലപ്പോൾ എക്സ് എന്ന് പറഞ്ഞു വരാം, ചിലപ്പോൾ വൈ എ എന്നും ബി എന്നും പറഞ്ഞു വരാം. ഇവിടെ മൈനസ് വരാം, ഇവിടെ പ്ലസ് വരാം. ഞാൻ ഇവിടെ പാസ്കൽ ട്രയാങ്കിൾ ആദ്യം വരയ്ക്കുകയാണ്. ഞാൻ പ്രത്യേകിച്ച് നേരത്തെ വരച്ചുകൊണ്ട് വീണ്ടും വരയ്ക്കുന്നില്ല. ഇവിടെ 4 വന്നതുകൊണ്ട് കോഎഫിഷ്യന്റ് എത്ര ആയിരിക്കും? 1 4 6 4 1. ഇതായിരിക്കും കോഎഫിഷ്യന്റ്. ഞാൻ ആദ്യം തന്നെ x + y ഓൾ റേസ് ടു 4 നോക്കാണ്. കോഎഫിഷ്യന്റ് എഴുതാം. 1 4 6 4 1. പ്ലസ് ആയതുകൊണ്ട് എല്ലാത്തിലും പ്ലസ് കിട്ടും. ഓക്കെ, ഫസ്റ്റ് ടൈം മാക്സിമം പവറിൽ എഴുതി. ഇവിടെയോ സെക്കൻഡ് ടൈം മാക്സിമം പവറിൽ എഴുതി. ഇങ്ങോട്ട് പോകുന്നതോ ഫസ്റ്റ് ടൈമിന്റെ പവർ കുറഞ്ഞു, സെക്കൻഡ് ടൈമിന്റെ പവർ കൂടി. ഫസ്റ്റ് ടൈമിന്റെ പവർ കുറഞ്ഞു, സെക്കൻഡ് ടൈമിന്റെ പവർ കൂടി. ഫസ്റ്റ് ടൈമിന്റെ പവർ കുറഞ്ഞു, സെക്കൻഡ് ടൈമിന്റെ പവർ കൂടി. ഇതാണ് എന്ത്? x + y ഓൾ റേസ് ടു 4 വരിക. ഇതിൽ നിന്ന് x - y ഓൾ റേസ് ടു 4 നമുക്ക് എടുത്തെഴുതാവുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇക്വേഷൻ ഒന്നും വേണ്ട. ഒന്നിടവിട്ട് മൈനസ് എഴുതാം. എന്തൊരു x⁴ മൈനസ് 4x³ y പ്ലസ് 6x² മൈനസ് 4xy³ പ്ലസ് y⁴. പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ്. ഇനി നമുക്ക് ആ ഒരു ഇക്വേഷൻ എഴുതാം. x + y ഓൾ റേസ് ടു 4 മൈനസ് x - y ഓൾ റേസ് ടു 4 എന്താണെന്ന് നിങ്ങൾ പാസ്കൽ ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ മൊത്തത്തിൽ വരയ്ക്കണം കേട്ടോ. ഞാനിവിടെ ആ ഒരു ലൈൻ മാത്രമേ വരച്ചുള്ളൂ, കാരണം നേരത്തെ ദിവസത്തിൽ പാസ്കൽ ട്രയാങ്കിൾ ഞാൻ വരച്ച് കാണിച്ചതാണ്. ഇനി നോക്കിയേ, നടുക്ക് മൈനസ് വരികയാണെങ്കിൽ ശ്രദ്ധിക്കുക, നടുക്ക് മൈനസ് വരികയാണെങ്കിൽ സെയിം സൈനുള്ള ഈ ടേമുകൾ വെട്ടിപ്പോവും. ബാക്കി ഓപ്പോസിറ്റ് ടേമുകൾ, ഓപ്പോസിറ്റ് സൈനുകൾ ആഡ് ചെയ്യപ്പെടും. 4x³ y മൈനസ് 4x³ y കൂടി മൈനസ് ചെയ്യുമ്പോൾ എന്ത് വരും? 8x³ y എന്നോ. അത് ആഡ് ചെയ്യുമെന്ന് ഓർത്താൽ മതി. 4x³ y 4x³ y ആഡ് ചെയ്യും. ഇവിടെയോ ഇവിടെയും ആഡ് ചെയ്യും. 4xy³ 4xy³ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 8xy³ എന്ന് വരും. ശ്രദ്ധിക്കുക, ഇപ്പോ നടുക്ക് പ്ലസ് ആണ് വന്നിട്ടുണ്ടെങ്കിലോ സെയിം സൈനുകൾ ആഡ് ചെയ്യും, ഓപ്പോസിറ്റ് സൈനുകൾ എന്ത് പറ്റും? വെട്ടിക്കളയും. ഓക്കെ, ഇത് നമുക്ക് 8xy പുറത്തെടുക്കാം. ബാക്കി ഇവിടെ നിന്നിട്ടുള്ള x², ഇവിടെയോ y². തീർന്നില്ല കേട്ടോ. ഇനിയാണ് അവസാനത്തെ ഇത്. ഇതിൽ നിന്ന് √5 + √6 ഓൾ റേസ് ടു 4 മൈനസ് √5 മൈനസ് √6 ഓൾ റേസ് ടു 4 എത്രയാണെന്നാണ് ചോദ്യം. ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇക്വേഷൻ നോക്കി. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് √5ഉം വൈന്റെ സ്ഥാനത്ത് √6ഉം വന്നേ ഉള്ളൂ. നമുക്ക് എക്സിന്റെ സ്ഥാനത്ത് √5ഉം വൈന്റെ സ്ഥാനത്ത് √6 ഇട്ട് നോക്കാം. എന്തുവരും? √5² + √6². 8 ഇൻറ്റു √5 ഇൻറ്റു √6 എന്ന് പറഞ്ഞാൽ √30. √5ന്റെ സ്ക്വയർ എന്താ? 5. √6ന്റെ സ്ക്വയറോ 6. 5ഉം 6ഉം കൂട്ടുമ്പോൾ 11. 11 ഇൻറ്റു 8 എത്രയാ? 88 √30 എന്ന ആൻസർ വരും. മക്കളെ ഇത് ചോദിക്കൂട്ടെ. ഈ സാധനം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ ഇവിടെ ഉള്ള ഈ വാല്യൂസിനൊക്കെ മാറ്റം വന്നേക്കാം. ഇവിടെ നടുക്ക് ചിലപ്പോൾ പ്ലസ് വന്നേക്കാം, ചിലപ്പോൾ എക്സിന്റെ വൈയുടെ സ്ഥാനത്ത് എയും വന്നേക്കാം. 4 മാർക്കിന് ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും ചോദിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. സ്ട്രെയിറ്റ് ലൈൻ ആണ്. സ്ട്രെയിറ്റ് ലൈൻ പല കുട്ടികൾക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ചാപ്റ്ററാണ്. വേറെ ഒന്നുകൊണ്ടല്ല, അത്യാവശ്യം നല്ല രീതിയിൽ ഇക്വേഷൻസ് കയറി വരുന്ന ചാപ്റ്ററാണ്. അതുകൊണ്ട് പല കുട്ടികളും സ്കിപ്പ് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് സ്ട്രെയിറ്റ് ലൈൻ. പക്ഷെ സ്ട്രെയിറ്റ് ലൈൻ ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി ലൈൻ. ഇക്വേഷൻ ഓഫ് ദി ലൈൻ
ഇത് കഴിഞ്ഞിട്ട് സെന്റൻസ് കേട്ടോ, പാരലൽ എന്നുണ്ട് കേട്ടോ, പാരലൽ ടു ദി ലൈൻ, ഇവിടെ പാരലൽ ടു ദി ലൈൻ 3x minus 4y plus 2 equals 0 and passing through the point minus 2, 3. ഞാൻ ആ വര വരച്ചു 3x minus 4y plus 2. ഇതിന് പാരലൽ ആയിട്ട് ലൈൻ വരച്ചു. അത് ഏത് പോയിന്റിലൂടെ കടന്നു പോകുന്നു? -2, 3. ശ്രദ്ധിക്കുക, രണ്ട് ലൈൻ പാരലൽ ആണെങ്കിൽ ഇത്രയും ടൈം കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഇതിന്റെ ഇക്വേഷൻ എന്ത് വരും? 3x minus 4y plus k എന്ന് എഴുതി. ഓക്കെ, ഞാൻ ഇക്വേഷൻ ഇതാണ് 3x minus 4y plus k equal to 0 എന്ന് എഴുതാണ്. ഇനി കെയുടെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ഈ വര ഏത് പോയിന്റിലൂടെ കടന്നു പോകുന്നു? -2, 3യിലൂടെ. എക്സിന് -2 കൊടുക്കാം, വൈക്കോ 3 കൊടുക്കാം, കെ കിട്ടും. കെ കിട്ടും നോക്കിയേ, -6 -12 പ്ലസ് കെ ഈക്വൽ ടു 0. -6 -12 എത്രയാ? -18. അപ്പുറത്തേക്കും എന്താവും? +18. അപ്പോൾ ഇക്വേഷൻ എന്തോന്നു? കെയുടെ സ്ഥാനത്ത് 18 കൊടുത്താൽ മതി. 3x minus 4y plus 18 equal to 0. ഇതാണ് എന്ത്? എ ക്വസ്റ്റ്യൻ ആൻസർ വരിക. ഇനി നമുക്ക് ബി ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് ക്ലിയർ ചെയ്തല്ലേ, ഞാൻ മാറ്റാണ്. ഇനി നമുക്ക് ബി ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബി ക്വസ്റ്റ്യൻ എന്ന് പറയണേ, ഫൈൻഡ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പോയിന്റ് -1, 1 ആൻഡ് ദി ലൈൻ 12 into x plus 6 equal to 5 into x y minus 2. ഒരു പോയിന്റും ഒരു വരയും തമ്മിലുള്ള ദൂരം ചോദിച്ചാൽ ഇതാണ് ഫോർമുല. മോഡുലസ് x1 plus by1 plus c divided by root of a square plus b square. വേണമെങ്കിൽ മോഡുലസ് മൊത്തത്തിൽ ഇട്ടോ കുഴപ്പമൊന്നുമില്ല, പക്ഷെ താഴത്തേൽ മോഡുലസ് ഇട്ടില്ലെങ്കിൽ നമുക്ക് പോസിറ്റീവ് ഉത്തരം കിട്ടുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ എഴുതുന്നില്ല. ഒരു കാര്യം ശ്രദ്ധിക്കണം, നമുക്ക് തരുന്ന ഇക്വേഷൻ ax പ്ലസ് by പ്ലസ് c ഈക്വൽ ടു 0 എന്ന ഫോർമാറ്റിൽ വരണം. അല്ലെങ്കിൽ നമ്മൾ ആ ഫോർമാറ്റിലേക്ക് ഇതിനെ മാറ്റി എഴുതേണ്ടതായിട്ട് വരും. ഞാൻ അതിനെ മാറ്റി എഴുതാണ്. ഞാൻ അവിടെ എഴുതാണ് 12 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വരും 12x പ്ലസ് 12 into 6 72 ഈക്വൽ ടു 5-നകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5y മൈനസ് 5 into 10. ഇനി എക്സിനെയും വൈനെയും ഒരുമിച്ച് ഒരു കുടക്കീഴാക്കി മാറ്റാം. അതിനുവേണ്ടി ഇത് ചെയ്യണം, 12x എഴുതി പ്ലസ് 5 പുറത്ത് വരുമ്പോൾ എന്താവും? -5y. 72 എഴുതി -10 പുറത്തേക്ക് വരുമ്പോൾ എന്താവും? +10 ഈക്വൽ ടു 0. എന്തൊരും? 12x minus 5y plus 82 equal to 0. ശ്രദ്ധിക്കുക, ഇതാണ് എ, ഇതാണ് ബി, ഇതാണ് സി, ഇതാണ് x1, ഇതാണ് y1. ഈ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്തുവരും? മോഡുലസ് 12 into -1 plus -5 into 1 plus 82 divided by root of 12 square plus -5 whole square. എന്തുവരും? -12 -5 plus 82 divided by 12ന്റെ സ്ക്വയർ 144, 5ന്റെ സ്ക്വയർ 25, കൂട്ടുമ്പോൾ 169 വരും. ഇത് മുകളിൽ സിമ്പിൾ ചെയ്യുമ്പോൾ 65 മോഡുലസ് ഡിവൈഡഡ് ബൈ 13, 65/13 വരും. 65/13 എത്രയാ? 5 യൂണിറ്റ്സ്. അതാണെന്ത്? ആ വരയിൽ നിന്ന് ആ ബിന്ദുവിലേക്കുള്ള ദൂരം. എപ്പോഴും നമ്മൾ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് അത് യൂണിറ്റ്സ് എഴുതാൻ ശ്രമിക്കാം. ഓക്കെ, നമുക്കിനി അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. മക്കളെ ഇതും നോക്കിയേ, ഇതും ഏത് ചാപ്റ്ററാ? സ്ട്രെയിറ്റ് ലൈൻ തന്നെയാ. ഒരു തിരുത്തുണ്ട് ഇവിടെ, 12 എന്നാക്കിക്കൊള്ളണം. ഫൈൻഡ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പാരലൽ ലൈൻസ് 3x minus 4y plus 2 equal to 0, 3x minus 4y plus 12 equal to 0. രണ്ട് ലൈൻ പാരലൽ ആവുന്ന എങ്ങനെയാ? ഇത് ഈക്വൽ ആയിരിക്കണം. ഈക്വൽ എന്നല്ല, ഈക്വൽ റേഷ്യോ ആയിരിക്കണം. ചില ക്വസ്റ്റ്യനില് ഇവിടെ 6x ഇവിടെ 8y എന്നൊക്കെ വരും. അപ്പോൾ എന്താ? ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ ആ ഇക്വേഷൻ വരില്ലേ? അപ്പൊ അത് സെയിം റേഷ്യോ ആണ്. പലരും ഇവിടെ 6x ഇവിടെ -8y തന്നു കഴിഞ്ഞാൽ ഇത് പാരലൽ അല്ല എന്നൊക്കെ പറഞ്ഞിരിക്കും. അങ്ങനെ ഇരിക്കരുത്, സെയിം റേഷ്യോ ആയാൽ മതി. ഓക്കെ, സെയിം റേഷ്യോ ആണെങ്കിൽ എന്താ? പാരലൽ ആണ്. രണ്ട് പാരലൽ ലൈനുകളുടെ ഡിസ്റ്റൻസ് എന്താ? മോഡുലസ് c2 minus c1 ഡിവൈഡഡ് ബൈ റൂട്ട് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ. c2 minus c1 എടുത്താലും കുഴപ്പമില്ല, c1 minus c2 എടുത്താലും കുഴപ്പമില്ല. മോഡുലസിന്റെ ഉള്ളിലല്ല വരുന്നത്. ഉത്തരം എന്തായാലും നമുക്ക് എന്താ കിട്ടുള്ളൂ? പോസിറ്റീവ് കിട്ടുള്ളൂ. ഞാൻ പറയാം, ഇതാണ് എ, ഇതാണ് ബി, ഇത് c1, ഇത് c2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തൊരും? 12 minus 2 ബൈ റൂട്ട് 3 സ്ക്വയർ പ്ലസ് -4 സ്ക്വയർ. 12 minus 2 10, റൂട്ട് 3ന്റെ സ്ക്വയർ 9, 4 സ്ക്വയർ 16, രണ്ടും കൂടി കൂട്ടുമ്പോൾ റൂട്ട് 25. റൂട്ട് 25 എത്രയാ? 5. 10/5 എത്രയാ? 2 യൂണിറ്റ്സ്. ഇതാണ് എ ക്വസ്റ്റ്യൻ ആൻസർ. ഇനി നമുക്ക് ബി ക്വസ്റ്റ്യൻ ഇവിടെ എഴുതാം. ബി ക്വസ്റ്റ്യൻ എന്താ പറയണേ? ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി ലൈൻ വിത്ത് y ഇന്റർസെക്റ്റ് -3/2 ആൻഡ് സ്ലോപ്പ് 1/2. മൂന്ന് ഇക്വേഷൻ നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് പഠിക്കാം.
എക്സ് ഇന്റർസെറ്റും വൈ ഇന്റർസെറ്റും തരുമ്പോൾ എന്താ എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1. വൈ ഇന്റർസെറ്റ് തരുമ്പോഴോ വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. എക്സ് ഇന്റർസെറ്റ് തരുമ്പോഴോ വൈ ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് ബി. ഇവിടെ എക്സ് ഇന്റർസെറ്റ് അല്ല വൈ ഇന്റർസെറ്റും സ്ലോപ്പ് ആണ്. അങ്ങനെ ഇക്വേഷൻ എന്താ വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. വൈ അതുപോലെ തന്നെ എഴുതാം. എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെരിവാണ്, സ്ലോപ്പ് 1/2x പ്ലസ് സി എത്രയാ -3/2. ഇനി വേണമെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടി എഴുതാം. മുകളിൽ ഉള്ള ടേബിൾ ഒരുമിച്ച് എഴുതി താഴെ 2 കോമൺ ആയിട്ട് എഴുതി. ഈ 2 അപ്പുറത്തേക്കും എന്തോ 2y ഈക്വൽ ടു എക്സ് മൈനസ് 3. എക്സിന്റെ അടുത്തേക്ക് വൈനെ കൊണ്ടുവരുമ്പോൾ എന്ത് വരും എക്സ് മൈനസ് 2y -3 ഈക്വൽ ടു 0. ഇത് എഴുതിയാൽ എന്ത് കിട്ടും? ഫുൾ മാർക്ക് നമുക്ക് കിട്ടും. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ നോക്കാം. കോണിക് സെക്ഷൻ 7 മാർക്കാണ് മക്കളെ കോണിക് സെക്ഷനിൽ വരാം. നല്ല രീതിയിൽ ഇക്വേഷൻ ഉണ്ട്. പാരാബോള, അതുപോലെ തന്നെ സർക്കിൾസ് കുറച്ച് ഇക്വേഷൻ ഉള്ളൂ. എലിപ്സ്, ഹൈപ്പർബോള വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി എലിപ്സിനും സർക്കിളിലും പാരാബോളയ്ക്കാണ് കൂടുതൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതിനുശേഷം ഹൈപ്പർബോള നോക്കാം. ഇവിടെ നോക്കിയേ, ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി പാരാബോള വിത്ത് ഫോക്കസ് 60 ആൻഡ് ഡയറക്ട്രിക്സ് x ഈക്വൽ ടു -6. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ പാരാബോളയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 സാധനങ്ങൾ തരേണ്ട കാര്യമില്ല. ഒരാളെ തന്നാൽ മതി. ഒന്നെങ്കിൽ ഫോക്കസ് അല്ലെങ്കിൽ എന്താ ഡയറക്ട്രിക്സ്. അതിൽ നമുക്ക് എടുത്ത് എഴുതാം. ഞാൻ പറഞ്ഞുതരാം. x ഈക്വൽ ടു തരുമ്പോൾ x ഈക്വൽ ടു എന്ന് പറഞ്ഞ് ഡയറക്ട്രിക്സ് തരുമ്പോൾ ദ ഇക്വേഷൻ ഓഫ് പാരാബോള y സ്ക്വയർ എന്നായിരിക്കും. y ഈക്വൽ ടു എന്ന് പറഞ്ഞു തരുമ്പോഴോ എക്സ് സ്ക്വയർ എന്നായിരിക്കും. അപ്പോൾ x ഈക്വൽ ടു ആയതുകൊണ്ട് y സ്ക്വയർ എടുത്തു. ഈക്വൽ ടു ഇവിടെ മൈനസ് വന്നു കഴിഞ്ഞാൽ +4ax ആയിരിക്കും. പ്ലസ് വരാണെങ്കിലോ -4ax ആയിരിക്കും. ഈ വാല്യൂ ആണ് a. അപ്പൊ എയുടെ സ്ഥാനത്ത് 6 കൊടുക്കുമ്പോൾ എന്തൊരു y സ്ക്വയർ ഈക്വൽ ടു 4 × 6 24x. ഓക്കെ, ഇതാണ് ആൻസർ ആയിട്ട് വരിക 24x. ഇനി നമുക്ക് ബി ക്വസ്റ്റിലേക്ക് പോവാം. ഒരു സർക്കിൾ ഇക്വേഷൻ ആണ് x² + y² - 8x - 10y - 22 = 0. ഫൈൻഡ് ദി സെന്റർ ആൻഡ് റേഡിയസ് ഓഫ് ദി സർക്കിൾ. ശ്രദ്ധിക്കുക, വളരെ സിമ്പിൾ ആണ്. സെന്റർ എന്ന് പറഞ്ഞാൽ ഈ നമ്പറിന്റെ പകുതി എടുക്കുക, ഓപ്പോസിറ്റ് സൈൻ എടുക്കുക. -8ന്റെ പകുതി എന്ന് പറഞ്ഞാൽ -4, അതിന്റെ ഓപ്പോസിറ്റ് സൈൻ എന്താ +4. അതുപോലെ തന്നെ ഇവിടെയും അതേ കീഴ്വഴക്കം. -10ന്റെ പകുതി എത്രയാ -5, ഓപ്പോസിറ്റ് സൈൻ എന്താ 5. ഇതാണ് സെന്റർ. റേഡിയസിന് ഒരു ഇക്വേഷൻ ഉണ്ട്, √a² + b² - c. എയുടെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4ന്റെ സ്ക്വയർ 16, -4ന്റെ സ്ക്വയർ എടുത്താലും കുഴപ്പമില്ല, 16 വരുള്ളൂ. ബിയോ 5ന്റെ സ്ക്വയർ 25, സിയോ സി എത്രയാ -22. ഓൾറെഡി ഇവിടെ മൈനസ് ഉണ്ട്, 2 മൈനസ് വരും. ഇത് വരുമ്പോൾ ഒരു 16 + 25 + 22 എല്ലാം കൂടി കൂട്ടുമ്പോൾ 20, 40, 47, 63. √63 യൂണിറ്റ്സ്. റേഡിയസ് ആയതുകൊണ്ട് ഞാൻ ആ ഒരു ഡിസ്റ്റൻസ് കൂടി അവിടെ കണക്കിൽപ്പെടുത്തി. ഓക്കെ, ഇതാണ് എന്തിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്, കോണിക് സെക്ഷനിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന 3 മാർക്കിന്റെ ചോദ്യം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത നോക്കിയ കോണിക് സെക്ഷൻ ആണ്, ഹൈപ്പർബോളയാ. ഫൈൻഡ് ദി കോർഡിനേറ്റ് ഓഫ് ഫോസി, വെർട്ടിസസ്, എസെൻട്രിസിറ്റി ആൻഡ് ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്ടം ഓഫ് ദി ഹൈപ്പർബോള. ശ്രദ്ധിക്കുക, y² - x² - b² എന്ന് തരുമ്പോൾ അത് y ആക്സിസിലാണ് എന്ത് വരിക, ഫോക്കസും ഫോസിയും വെർട്ടിസ് ഒക്കെ വരിക. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ ഹൈപ്പർബോളയിൽ ഏറ്റവും വലിയ ടേം സി ആയിരിക്കും. അത് കഴിഞ്ഞ് ചിലപ്പോൾ എ വരാം, ചിലപ്പോൾ ബി വരാം. ഇവിടെ നോക്കി y എന്ന് വന്ന സ്ഥിതിക്ക് ഇതിന്റെ ഫോസി എന്തായിരിക്കും, 0 ± c ആയിരിക്കും. വെർട്ടിസസോ 0 ± a ആയിരിക്കും. ശ്രദ്ധിക്കുക, ഓരോ ടേം എടുത്ത് എഴുതാം. എ എന്ന് പറയുന്നത് ഇതിന്റെ റൂട്ട് 3. ബി എന്ന് പറയുന്നത് ഇതിന്റെ റൂട്ട് 27. സി എന്ന് പറയുന്നത് സി ഇവനെയും കൂടി കൂട്ടുക, റൂട്ടിന്റെ ഉള്ളിൽ ചേർക്കുക. ഇക്വേഷൻ ഉണ്ട്, √a² + b² ഉണ്ട്, അത് നിങ്ങൾ നോക്കണ്ട. ഇതും കൂടി കൂട്ടുക, എന്നിട്ട് റൂട്ടിന്റെ ഉള്ളിൽ ചേർക്കുക. ഇത് തന്നെ എലിപ്സിൽ പഠിക്കാനുണ്ട്. എലിപ്സിൽ സി കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ എയിൽ നിന്ന് ബി കുറയ്ക്കുക, എന്നിട്ട് റൂട്ടിന്റെ ഉള്ളിൽ എഴുതുക. എയിൽ നിന്ന് ബി അല്ല, എയുടെ സ്ക്വയറിൽ നിന്ന് ബിയുടെ സ്ക്വയർ കുറയ്ക്കുക, എന്നിട്ട് എന്ത് എഴുതുക, അത് റൂട്ടിന്റെ ഉള്ളിൽ എഴുതുക. ഈ നമ്പറും ഇവിടെ കൂട്ടുക, എന്നിട്ട് റൂട്ട് എഴുതുക. എലിപ്സ് ആണെങ്കിലോ ഈ നമ്പറും കുറയ്ക്കുക, ഈ നമ്പറിൽ നിന്ന് ഈ നമ്പർ കുറയ്ക്കുക, എന്നിട്ട് റൂട്ടിൽ എഴുതാം. സി കിട്ടി. എയും ബിയും സിയും കിട്ടിക്കുക, നമുക്ക് ഓരോ ടൈം എഴുതാം. ഫോസി എന്താ 0 ± 6. വെർട്ടിസസോ 0 ± a എത്രയാ 3. ഇനി എന്താ ചോദിച്ചാണ്, എസെൻട്രിസിറ്റിയുടെ ഇക്വേഷൻ എന്താ, c/a. ഹൈപ്പർബോളയുടെ എസെൻട്രിസിറ്റി > 1 ആയിരിക്കും, എലിപ്സിന്റെയോ <1. അപ്പോൾ c/a എന്ന് പറയുമ്പോൾ എന്തൊരു
സി എത്രയാ? സി ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ 6/3 എത്രയാ? 2. ഒരു കാര്യം കൂടി ഉണ്ട്, ലാറ്റസ് റെക്റ്റം. ലാറ്റസ് റെക്റ്റം എന്താ? 2b² - 2b² - 2b² എന്ന് പറയുമ്പോൾ എന്ത് വരും? 2 × b². √27 സ്ക്വയർ എന്താ? 27/a. എത്രയാ? 3. ഈ 9നെയും അല്ല 27നെയും 3നെയും വെട്ടുമ്പോൾ 9 വരും. 9 × 2 എത്രയാ? 18. ഇതാണ് എന്ത്? ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇതാണ് ഹൈപ്പർബോളയിൽ ചോദിക്കാവുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലിമിറ്റ്സ്. പല കുട്ടികളും വെറുക്കപ്പെടുന്ന ഒരു ചാപ്റ്ററാണ് ലിമിറ്റ്സ്. പക്ഷെ നമുക്ക് അങ്ങനെ വെറുക്കപ്പെടാൻ പറ്റില്ല. കാരണം +2ന്റെ നെടുന്തൂൺ എന്ന് പറയുന്നത് കാൽക്കുലസ് എന്നൊരു ഭാഗമാണ്. അതായത് ഇന്റഗ്രേഷൻ, ഡിഫറൻഷിയേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ. അതിന് അടിത്തറവാവുന്നത് ഈ ഒരു ചാപ്റ്ററാണ്. അതുകൊണ്ട് ഇത് ആരും പഠിക്കാണ്ട് പോകണ്ട. അടുത്ത വർഷം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏകദേശം 80 മാർക്കിന്റെ എക്സാം, അതിൽ 60 മാർക്ക് എഴുതിയാൽ മതിയെങ്കിൽ പോലും 30 to 35 മാർക്ക് വരുന്നത് ഈ കാൽക്കുലേഷനാണ്. അതിന് ഈ സാധനങ്ങളൊക്കെ അറിഞ്ഞേ പറ്റും. ഓക്കെ, നമുക്ക് എ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലിമിറ്റ് x ടെൻഡിങ് ടു 2x + 1. വെറുതെ എക്സിന്റെ സ്ഥാനത്ത് 2 കൊടുത്താൽ മതി. എന്തൊരു 2 + 1 = 3. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യനോ ലിമിറ്റ് x ടെൻഡിങ് ടു 2x² - 5x + 6 / x² - 2. ഇവിടെ എക്സിന് 2 കൊടുത്താൽ കുഴപ്പം കിട്ടാ, താഴെ 0 വരും. താഴെ 0 വരാൻ പാടുണ്ടോ? താഴെ 0 എന്നുള്ള പ്രശ്നം കിട്ടാ, നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പൊ നമ്മളിവിടെ എക്സിന് ഡയറക്റ്റ് 2 കൊടുക്കരുത്. നമുക്ക് 1-2 സ്റ്റെപ്പ് കൂടി ചെയ്ത് നോക്കാം. ഒരു കാര്യം, കൂട്ടുമ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് സൈൻ 5, ഗുണിക്കുമ്പോൾ ഇതിന്റെ സെയിം സൈൻ 6. കൂട്ടുമ്പോൾ 5 ഗുണിക്കുമ്പോൾ 6 കിട്ടുന്ന സംഖ്യകൾ ഏതൊക്കെയാ? 2ഉം 3ഉം. അത് ഇവിടെ എഴുതുക. ഓപ്പോസിറ്റ് സൈൻ ആയിട്ട് വേണം എഴുതാൻ. ഇവിടെ പ്ലസ് കിട്ടിയതുകൊണ്ട് ഇവിടെ എന്ത് എഴുതണം? മൈനസ് എഴുതണം. ആ ലിമിറ്റ് കൂടി ഇവിടെ എഴുതണം കേട്ടോ. എപ്പോഴും ലിമിറ്റ് x ടെൻഡിങ് ടു 2. x² - 5x + 6 എങ്ങനെ എഴുതാം? x - 2 × x - 3. ഇത് മനസ്സിലാവാത്ത ഒരാൾക്ക് -b + or - വെച്ച് ചെയ്യാം. കൂട്ടുമ്പോൾ 5, ഗുണിക്കുമ്പോൾ 6 വരുന്നത് ഏതൊക്കെയാ? 2ഉം 3ഉം. അത് ഇവിടെ ഓപ്പോസിറ്റ് സൈൻ ആയിട്ട് എഴുതണം. ഓക്കെ, താഴെ വന്നതാണ് എന്താ? x² - 4. ഇതിനെ x² - 2² എഴുതി കൂടെ? x² - 2² എങ്ങനെ എഴുതാം? x + 2 × x - 2. അപ്പോ ഈ x - 2 ഈ x - 2 വെട്ടിപ്പോ ഇനി എക്സിന് 2 കൊടുക്കാം. എന്തൊരു 2 - 3/2 + 2 എത്ര വരും? -1/4. ഇതാണ് ഇതിന്റെ ഉത്തരം. അപ്പൊ നമ്മളിപ്പോ ഏകദേശം 15 ക്വസ്റ്റ്യൻസുകൾ ചെയ്ത് പഠിച്ചു. അപ്പോൾ എല്ലാ കുട്ടികളും ഈ 15 ക്വസ്റ്റ്യൻസ് ഭംഗിയായിട്ട് പഠിക്കുക. ഇനി നമുക്ക് അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസുകൾ കുറച്ച് നേരത്തിന് ശേഷം വീണ്ടും ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവരും ചെയ്ത് പഠിക്കാം.